നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഒരു ചാലകത്തിലൂടെ വൈദ്യുതി കടന്നു പോകുമ്പോൾ ആ ചാലകത്തിന് ഒരു വൈദ്യുത മണ്ഡലം കാന്തിക മണ്ഡലം രൂപപ്പെടുന്നു അല്ലെ, മാഗ്നറ്റിക് ഫ്ലക്സ് അഥവാ മാഗ്നറ്റിക് ലൈൻസ്. ആ മാഗ്നറ്റിക് ലൈൻസിന് ഒരു ഡയറക്ഷൻ ഉണ്ട്. ആ ഡയറക്ഷൻ നമ്മൾ വലത് കൈ നിയമത്തിലൂടെ പഠിച്ചു. വലത് കൈ നിയമത്തിലൂടെ നമ്മൾ പഠിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സപ്പോസ് ഡയറക്ഷൻ ഇങ്ങോട്ടാണ് എന്നുണ്ടെങ്കിൽ അല്ലെ, അപ്പോ വലത് കൈ നിയമം അനുസരിച്ച് ഇങ്ങനെ പിടിക്കുമ്പോ ക്യാമറ ഓൺ ചെയ്തിട്ടുണ്ട്, പക്ഷേ നമ്മുടെ പ്രസന്റ് ചെയ്തിട്ടില്ല. ഓക്കെ, കാണാണ്ട? ഓക്കെ, അപ്പൊ ശരി. അപ്പോ വോയിസ് കുഴപ്പമൊന്നുമില്ലല്ലോ? ഓക്കെ. അപ്പോ നമ്മള് വൈദ്യുതി പ്രവാഹം അങ്ങോട്ടാണെങ്കിൽ നമ്മളിതാ തള്ളവിരൽ അങ്ങോട്ട് വരുന്ന വിധത്തിൽ ഇതിനെ പിടിക്കണം. ഇതിനെ തള്ളവിരൽ അങ്ങോട്ട് വരുന്ന വിധത്തിൽ പിടിക്കുമ്പോൾ ഇത് ഇങ്ങനെ പിടിക്കണം അല്ലെ. അപ്പൊ നോക്കൂ, വിരല് അപ്പുറത്തു കൂടെ, മറ്റു വിരലുകൾ അപ്പുറത്തു കൂടെയാണ് വരിക അല്ലെ. 4 ചെറുവിരലുകള് അല്ലെ അല്ല, എങ്ങനെയല്ലേ വരിക? അതായത് ഒരു റോഡ് വരച്ചു, ആ റോഡിലൂടെ വൈദ്യുതി കടന്നു പോകുന്നത് അങ്ങോട്ടേക്കാണെങ്കിൽ, ആ റോഡ് ഞാൻ ഇങ്ങനെ തന്നെ വരച്ചു, ഇങ്ങോട്ടേക്കാണെങ്കിൽ നമ്മൾ തള്ളവിരൽ പിടിക്കുമ്പോൾ തള്ളവിരൽ ഇതാ ഇങ്ങനെയാണ് പിടിക്കുക. ഇങ്ങനെ പിടിക്കുക എന്ന് പറഞ്ഞാൽ തള്ളവിരൽ ഇതാ ഇങ്ങനെ വരും, നഖം ഇങ്ങനെ വരും, മറ്റു വിരലുകൾ ഇതാ ഇങ്ങനെ വരും അല്ലേ. അല്ല, ഇങ്ങനെയല്ല വരിക, ഇങ്ങനെ വരും, ഇങ്ങനെയാണ് വരിക. അപ്പൊ ഇങ്ങനെ വരുമ്പോ ആ ചെറുവിരല് ആ നഖം വരുന്ന ഭാഗമാണ് മാഗ്നറ്റിക് ലൈൻസിന്റെ ഡയറക്ഷൻ. അതായത് അവിടുന്ന് ഇങ്ങോട്ടേക്കാണ് മാഗ്നറ്റിക് ലൈൻസ് വരുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു കമ്പിയിൽ, ആ കമ്പി തന്നെ ഞാൻ ഇങ്ങനെ വീണ്ടും വെക്കുകയാണ്. ഇതില് ഒരു മാഗ്നറ്റിക് നീഡിൽ നമ്മൾ വെച്ചാൽ, താഴത്താണ് വെക്കുന്നതെങ്കിൽ ഇത് സൗത്തും ഇത് നോർത്തും ആണെങ്കിൽ, താഴത്താണ് വെക്കുന്നതെങ്കിൽ ഈ വിരല് വരുന്നത് അവിടുന്ന് ഇങ്ങോട്ടാണ്. അപ്പോ നോർത്ത് നിന്ന് ഇത് പുറപ്പെടുന്ന പോലെ വേണം സങ്കല്പിക്കാൻ. വിരലിന്റെ തുമ്പ് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി, വിരലിന്റെ തുമ്പ് മാത്രം, ഈ വിരലിന്റെ അപ്പൊ നോർത്തിൽ നിന്ന് അത് വരുന്ന പോലെയാണ് സങ്കല്പിക്കുന്നത്. അപ്പൊ നോർത്തിൽ നിന്ന് അത് വരണമെങ്കിൽ നോർത്ത് അങ്ങോട്ടേക്ക് നീങ്ങണം, വേണ്ടേ? നോർത്തിന്റെ ഡയറക്ഷൻ അങ്ങോട്ടേക്കാവും, സൗത്തിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടേക്കാവും. മനസ്സിലായ? അപ്പൊ നോർത്തിൽ നിന്ന് അത് വന്നിട്ട് ഇതിലേക്ക് വരുന്നു, സൗത്തിലേക്ക് വരുന്നു. അതായത് ഇത് ഇങ്ങനെ നിൽക്കണം, ഇങ്ങനെ നിൽക്കണം, നോർത്ത് ഇതും ഇത് സൗത്ത് ഇതും. അപ്പോ ഈ വിരലിന്റെ ഈ വിരലിന്റെ ഡയറക്ഷൻ ഏതിലേക്ക് വരുന്നു? സൗത്തിലേക്ക് വരുന്നു. ഇത് തുടങ്ങണത് എവിടുന്ന? നോർത്തിൽ നിന്ന്. അങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്. ഇത് മനസ്സിലായ? ഇന്നലെ നമ്മളിത് അങ്ങനെയാ പറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, സംശയമൊന്നുമില്ലല്ലോ? സംശയം ഉണ്ടോ? വലത് കൈ നിയമം ഇതാണ് നമ്മൾ പറഞ്ഞത്. ഇനി ഇതിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണെങ്കിലോ? അല്ല, ഇങ്ങോട്ടല്ല, നമ്മൾ ഇത് തന്നെ, ഇതിന് തന്നെ ഒന്നും കൂടി പറയാം. ഇതാട്ടാ, വീണ്ടും അതന്നെ വരച്ചു, കാണാണ്ടല്ലോ അല്ലെ? കറണ്ട് പോകുന്ന ഡയറക്ഷനാണ് ഞാൻ ഈ വരച്ചുള്ളത്, മോനിട്ടിട്ട് വരച്ചുള്ളത്. ഇങ്ങനെ വരച്ചിട്ടുള്ളത്.
അപ്പോ ഇതില് കറണ്ട് പോണത് അങ്ങോട്ട് തന്നെ. അപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ വിരല് ഇങ്ങനെയാണല്ലോ വരിക, അല്ലേ? ഇങ്ങനെയല്ലേ വരിക. അപ്പൊ ഇതിന്റെ മുകളിലാണ് നമ്മുടെ മാഗ്നറ്റിക് നീഡിൽ അഥവാ കോമ്പസ് എങ്കിൽ ശ്രദ്ധിക്കുക, ഇത് സൗത്ത്, ഇത് നോർത്ത്. ഇവിടെ സൗത്ത്, ഇത് മുകളിലായതുകൊണ്ട്, അപ്പൊ ഇത് വേറെയാണ് കേട്ടോ. ഈ ചിത്രം രണ്ടും കല്ലരാതിരിക്കാതെ ഞാൻ വരയ്ക്കാൻ, ചിത്രം വരയ്ക്കാം, വരച്ചു. അപ്പോ ഈ നോർത്ത്, ബെർലിന്റെ അറ്റം ഈ നോർത്ത് നിന്ന് തുടങ്ങുന്ന പോലെ, അങ്ങനെയല്ലേ മാഷ് പറഞ്ഞത്? ഈ നഖം നോർത്ത് നിന്ന് തുടങ്ങുന്ന പോലെ സങ്കല്പിച്ചാൽ നോർത്ത് എവിടേക്ക് വരണം? ഫ്രണ്ടിലോട്ടും. സൗത്ത് എവിടേക്ക് പോകണം? ബാക്കിലോട്ടും പോകണം. വേണ്ടേ? ശരിയല്ലേ? നോർത്ത് ഫ്രണ്ടിലോട്ടും വരണം, സൗത്ത് എവിടേക്ക് പോകണം? ഇങ്ങനെയല്ലേ വരിക. അപ്പൊ നോർത്ത് ഫ്രണ്ടിലോട്ട് തിരിഞ്ഞാൽ ആ നോർത്ത് നിന്ന് ഈ വിരലിന്റെ അറ്റം, ഞാൻ പറഞ്ഞ ഈ വിരലിന്റെ അറ്റം നോർത്ത് നിന്ന് വരുന്ന പോലെ സങ്കല്പിക്കാൻ. ഈ വിരലിന്റെ തുമ്പിന്ന് പോണത് എവിടേക്കാ? എവിടേക്കാ? സൗത്തിലേക്കാ. അപ്പൊ വിരലിന്റെ തുമ്പ് നോർത്തിന്റെ അറ്റാണെന്ന് വിചാരിക്കാൻ, വിരലിന്റെ തുമ്പ്. അപ്പൊ ഈ വിരലിന്റെ തുമ്പത്തേക്ക് നോർത്ത് വരുന്ന വിധത്തിൽ വേണം ഈ മാഗ്നറ്റിന്റെ ഡയല് തിരിയാൻ. ഇവിടെ അതേപോലെ വിരലിന്റെ തുമ്പിന്ന് നോർത്ത് വിരലിന്റെ തുമ്പ് വരുന്നത് പോലെ ഇതിന്റെ ഡയല് തിരിഞ്ഞപ്പോ ഇത് അങ്ങോട്ട്, ഇത് അടിയിലാണ്. ഇത് അടിയിലായതുകൊണ്ട് അങ്ങോട്ട് തിരിഞ്ഞു. മുകളിലാവുമ്പോ എന്ത് ചെയ്യണം? ശരിയല്ലേ? നിങ്ങക്ക് മനസ്സിലാവുണ്ടോ? കേൾക്കണ്ട നിങ്ങള്? ഒരു മിനിറ്റ്. ഓക്കെ, കേൾക്കണ്ടോ? ഹലോ, കേൾക്കണ്ട? അപ്പൊ ഞാൻ ഈ വരച്ചൊക്കെ മനസ്സിലായ? വരച്ച് പറഞ്ഞൊക്കെ കട്ടാവുണ്ട് അതിടയിൽ. ഒരു മിനിറ്റ് കേട്ടാ, ഇനി അക്കൗണ്ട് ഒന്ന് മാറ്റി കേട്ടോ, ഒരു മിനിറ്റ്. ഓക്കെ, കേൾക്കണ്ടോ? കൊണ്ടൊന്ന് മാറ്റിട്ടു. ഓക്കെ, അപ്പൊ ഞാൻ ഇത് ഇന്നലെ വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളോട്. നിങ്ങൾ വരച്ചിട്ടുണ്ടായ? ഫോട്ടോ എടുത്തിട്ട് അയച്ചിട്ടുണ്ടായിരുന്നു. വരച്ചിട്ടുണ്ടായ? അത് നിങ്ങൾ വരച്ചിട്ടുണ്ടാ? ശരി ശരി ശരി, ഓക്കെ. നോക്ക്, ഇനി ഇത് ഡയറക്ഷൻ മാറുമ്പോ ശ്രദ്ധിക്കൂ, ഇത് തന്നെ. അപ്പൊ ഇതില് ഇങ്ങനെയാണെങ്കിൽ ഇതിനി ഇങ്ങനെയാണെങ്കിലോ, ഓപ്പോസിറ്റ് വരികയാണെങ്കിലോ, ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ അപ്പൊ ഇങ്ങനെ പിടിക്കുക. ഇങ്ങനെയാണ് പിടിക്കുക. അതായത് നമ്മുടെ തള്ളവിരൽ ഇങ്ങനെ വരും,
അല്ലേ? തള്ളവിരൽ ഇങ്ങനെ വരും. എന്നിട്ട് മറ്റേ വിരലുകൾ കംപ്ലീറ്റ് ഇങ്ങനെ വരും അല്ലേ? ഇങ്ങനെ വരും, ശരിയല്ലേ? അപ്പൊ നമ്മുടെ നഖം അപ്പുറത്തേക്കാണ് നിൽക്കുന്നത് അല്ലേ? അങ്ങനെ വരുമ്പോ ആദ്യത്തെ രീതിയിൽ കോമ്പസ് വെച്ചാൽ, ശ്രദ്ധിക്കുക, ആദ്യത്തെ രീതിയിൽ കോമ്പസ് വെച്ചാൽ എങ്ങനെയാ? ദേട്ടാ കോമ്പസ് ഇങ്ങനെ വെച്ചു, സൗത്ത് നോർത്ത് ഇങ്ങനെ വെച്ചു. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, ഇവിടുന്ന് അങ്ങടാണ്. അപ്പൊ നോർത്തുനിന്ന് പുറപ്പെടണം. നോർത്തുനിന്ന് പുറപ്പെടണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് പോണത്, കണ്ട ഇങ്ങനെ. അപ്പൊ നോർത്ത് ഈ ഭാഗത്തേക്ക് വരണം, സൗത്ത് ആ ഭാഗത്തേക്ക് പോകണം, ശരിയല്ലേ? അല്ലേ? നോർത്തുനിന്ന് പുറപ്പെടണം. അപ്പൊ നോർത്തുനിന്ന് പുറപ്പെടണം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് വിരലിന്റെ തുമ്പ് ഇവിടുന്ന് പോരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇങ്ങോട്ട് തിരിഞ്ഞാലല്ലേ ഇവിടുന്ന് അങ്ങോട്ട് പോണതാവുള്ളൂ. ഓക്കെ, ഇനി ഇതേ ഡയറക്ഷനിൽ തന്നെ വീണ്ടും പ്രാവശ്യം, പക്ഷെ നമ്മള് മാഗ്നറ്റ് വെക്കുന്നത്, നീഡിൽ വെക്കുന്നത് എവിടെയാ? മുകളിലാണ്. അപ്പോ ഇത് നോർത്ത്, ഇത് സൗത്ത്, ഇതേതാ? നോർത്ത്. അപ്പോ നോർത്തുനിന്ന് പോണം എന്ന് പറഞ്ഞാൽ അപ്പൊ ഇതിങ്ങനെ ചെന്ന് വിരലിന്റെ തുമ്പ് നിൽക്കുന്നത് നോർത്തില്, അതായത് നോർത്തുനിന്ന് പുറപ്പെടുന്ന പോലെ. അപ്പൊ നോർത്ത് ഇത് ഇങ്ങോട്ട് വരണം, നോർത്ത് എന്ത് ചെയ്യാൻ? അങ്ങോട്ട് പോണം, വേണ്ടേ? മനസ്സിലായോ? അപ്പൊ നാല് പിക്ചറിലും ഈ മാഗ്നറ്റിക് നീഡിൽസ് അഥവാ കോമ്പസ് എന്ന് പറയുന്നത്, നോക്കുക, സാഹചര്യങ്ങൾ വ്യത്യാസമുണ്ട്. നോക്കുക, ഡയറക്ഷൻ മാറുമ്പോ ഒന്നില് അങ്ങോട്ടാണ് നോർത്ത് എന്നുണ്ടെങ്കിൽ രണ്ടാമത്തേൽ ഇങ്ങോട്ടാണ്. മനസ്സിലായോ? ഒന്നില് അതിന് കോമ്പസിന്റെ പൊസിഷൻ മാറുമ്പോഴോ ഒന്നില് ഇങ്ങോട്ടേക്കാണെങ്കിൽ മറ്റേതില് നേരെ അങ്ങോട്ടേക്കാണ്. അപ്പൊ ഇതില് കറണ്ട് പോകുന്നതിനും ഈ കമ്പിയുടെ മീതെ കൂടുള്ള ചുറ്റിനും മാറ്റം വരുന്നില്ല. കോമ്പസിന്റെ പൊസിഷൻ മാറുമ്പോഴാണ് കോമ്പസിന് അവിടെ 4 തരത്തിലായിട്ട് മാറുന്നത്. കറണ്ട് പോകുന്നത് കറണ്ട് എപ്പോ പോകുമ്പോഴും വിരലിന്റെ മൂവ്മെന്റ് എങ്ങനെയായിരിക്കും? അതിന്റെ മൂവ്മെന്റ് എങ്ങനെയായിരിക്കും? ഇതാണ് വൈദ്യുതി പോകുന്ന കമ്പി എന്ന് വിചാരിക്കുക. ഇതാണ് വൈദ്യുതി പോകുന്ന കമ്പി എന്നുണ്ടെങ്കിൽ അതിനെങ്ങനെ പിടിച്ചാൽ എങ്ങനെയായിരിക്കും? വേണ്ട, തള്ളവിരൽ നിൽക്കുന്ന ഭാഗത്തേക്കാണ് കറണ്ട് ഇപ്പോൾ പോകുന്നത് എന്നർത്ഥം. ഇങ്ങനെ പിടിച്ചാൽ ഇങ്ങോട്ടേക്കാണ് പോകുന്നുണ്ടെങ്കിൽ അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ പിടിക്കുക. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഒരു കാര്യം കൂടി ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ ഈ ചിത്രം ഒന്ന് കംപ്ലീറ്റ് ആക്കിയെന്ന് മാത്രം. ഞാൻ ഭാഗത്തേക്ക് ഒന്ന് കിടക്കണം, ശ്രദ്ധിക്കും. പേജ് നമ്പർ ഒന്ന് പറയാൻ പറ്റുമോ? 35. ഇതിൽ കണ്ട, ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ഒരു തള്ളവിരലോണ്ട് ഇങ്ങനെ പിടിച്ചിരുന്നു കണ്ട. യൂസിങ് എ മാഗ്നറ്റിക് കോമ്പസ്. അവിടെ പോയി നിന്നിട്ട് നോക്കടാ. പറഞ്ഞില്ലേ? നോക്കുക, ഇവിടെ പറയണത് ഡ്രോ ദ ഡയറക്ഷൻ ഓഫ് ദി മാഗ്നറ്റിക് ഫീൽഡ് അറൌണ്ട് ദ പോയിന്റ് എക്സ് ത്രൂ ദ കണ്ടക്ടർ, ദെൻ കംപ്ലീറ്റ് ദ ഗിവൻ വർക്ക് ഷീറ്റ് കംപ്ലീറ്റ് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. നോക്കൂ, ഇപ്പോ ഈ ചിത്രം ഞാൻ ബോർഡുമ്പോൾ വരയ്ക്കുകയാണെങ്കിൽ, ബോർഡുമിലൊന്ന് വരയ്ക്കാം. എങ്ങനെയായിരിക്കും ആ ചിത്രം നമ്മൾ ബോർഡുമ്പോൾ വരയ്ക്കുമ്പോൾ? എന്നിട്ട് അതിൽ കംപ്ലീറ്റ് ചെയ്യാം കേട്ടാ. ഇതൊക്കെ നിങ്ങൾ നോട്ട് ബുക്കിലേക്കൊക്കെ ഒന്ന് വരച്ചോളൂ കേട്ടാ. നോട്ട് ബുക്കിലൊന്ന് വരച്ച് എന്നെ കാണിച്ചോളൂ.
നോക്കുക. എക്സ് വൈ എന്നിട്ട് ഇങ്ങനെയാണ് കാട്ടിയുള്ളത്. പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ് സ്വിച്ച്, പിന്നെ ഒരു റിയോസ്റ്റാറ്റും വെച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് നിൽക്കുന്നത്. ഓക്കെ, ഇത് എ, ഇത് ഡി, ഇത് ബി, സി. ചോദ്യം എന്താ? യൂസിങ് മാഗ്നറ്റിക് കോമ്പസ് ഡ്രോ ദ ഡയറക്ഷൻ ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് around the point X when current pass the conductor. Then complete the given worksheet. മാഗ്നറ്റിക് കോമ്പസ് ഉപയോഗിച്ചിട്ട് ചെയ്യാനാണ് ഇവിടെ നമ്മളോട് പറഞ്ഞുള്ളത്. പക്ഷേ മാഗ്നറ്റിക് കോമ്പസിന്റെ ആവശ്യമുണ്ടോ? ഇപ്പൊ നിങ്ങൾ പഠിച്ചത് വെച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാഗ്നറ്റിക് കോമ്പസ് ഇല്ലാണ്ട് തന്നെ കറണ്ടിന്റെ, അതായത് മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് പറഞ്ഞുകൂടെ? ചോദ്യം ഒന്നും ചോദിക്കാൻ നോക്കാം. ഡ്രോ ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. ഡ്രോ ദ ഡയറക്ഷൻ ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് അല്ലേ? അപ്പൊ എങ്ങനെയാ നമ്മൾ വരയ്ക്കുമ്പോ? ഇതാ ഇവിടെ ബാറ്ററി നോക്കുക. വൈദ്യുതി എവിടെ നിന്ന് എവിടേക്കാ പോണത്? ഡയറക്ഷൻ ഏതാ വൈദ്യുതിയുടെ? പോസിറ്റീവ് ഇതല്ലേ, ഇത് നെഗറ്റീവ് അല്ലേ? അപ്പൊ പോസിറ്റീവ് എന്ന് പുറപ്പെടുമ്പോ ഇങ്ങനെയല്ലേ പോണത്? അപ്പൊ എക്സിലാണ് ഡയറക്ഷൻ ചോദിച്ചുള്ളത്. അപ്പൊ എ ടു ബി ആണ്. അപ്പൊ നമ്മളിത് ഇങ്ങനെ പിടിക്കണം, ശരിയല്ലേ? അപ്പോ ഇതിങ്ങനെ പിടിക്കുമ്പോ വൈദ്യുതി വരുന്നത് ഇതാ ഇതിലേ ഇങ്ങോട്ടേക്കാണ്. വൈദ്യുതി അല്ല, സോറി, എന്താ മാഗ്നറ്റിക് ഫീൽഡ് വരും. അതായത് ഇങ്ങനെ വളഞ്ഞിട്ട്, ശരിയല്ലേ? ഇങ്ങനെ വന്നിട്ട് അങ്ങടാണ്, ശരിയല്ലേ? ഇനി ആ ചോദ്യങ്ങളൊന്നും നോക്കാം നമുക്ക്. ചോദ്യങ്ങളൊന്നും നോക്കിയോളൂ കേട്ടോ. ചോദ്യങ്ങൾ ഞാനിവിടെ ഒപ്പം കാണിക്കാം. നിങ്ങളുടെ കയ്യിൽ ബുക്ക് ടെക്സ്റ്റ് ഉണ്ടല്ലോ അല്ലേ? നോക്കൂ. ഈസ് ദി ഡിറക്ഷൻ ഓഫ് കറണ്ട് ഇൻ ദ സർക്യൂട്ട് ബിറ്റ്വീൻ എ ആൻഡ് ബി ഫ്രം എ ടു ബി ഓർ ഫ്രം ബി ടു എ? ഏതാ നമ്മളതിൽ മാർക്ക് ചെയ്ത് കഴിഞ്ഞു? എ ടു ബി. ഇനി അതായത് എയിൽ നിന്ന് ബിയിലേക്കാണോ ബിയിൽ നിന്ന് എയിലേക്കാണോ കറണ്ട് എന്നാണ് ചോദ്യം. മലയാളികൾ മനസ്സിലായോ? അപ്പൊ ഇവിടെ നിന്ന് എവിടേക്കാ കറണ്ട് പോണത്? എയിൽ നിന്ന് ബിയിലേക്ക്. ഇനി എക്സാമിൻ വെദർ ദ ഡിറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് അറൌണ്ട് എക്സ് ആർ ഇൻ ദ ക്ലോക്ക് വൈസ് ഓർ ആന്റി ക്ലോക്ക് വൈസ് ഡിറക്ഷൻ ബൈ ഒബ്സർവിംഗ് നോർത്ത് പോൾ ഓഫ് ദ മാഗ്നറ്റിക് കോമ്പസ്. അതായത് മാഗ്നറ്റിക് കോമ്പസ് ഉപയോഗിച്ചിട്ടാണ് ഇവരിവിടെ ചെയ്യാൻ പറഞ്ഞുള്ളത്. നമുക്ക് അതില്ലാണ്ട് തന്നെ പറയാം. ഇത് ക്ലോക്ക് വൈസ് ആണോ ആന്റി ക്ലോക്ക് വൈസ് ആണോ? എന്ത് വൈസാ? ആന്റി ക്ലോക്ക് വൈസ്. അവിടെ നിങ്ങൾ ലെഫ്റ്റിലോട്ടാ തിരിഞ്ഞു വരണത് അല്ലെ? ഇടത്തോട്ടേക്കല്ലേ തിരിഞ്ഞു വരണത്? ഇടത്തോട്ടേക്കാണ് തിരിഞ്ഞു വരുന്നത്. അപ്പൊ ആന്റി ക്ലോക്ക് വൈസ്. ആന്റി ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞാൽ ക്ലോക്കിന്റെ സൂചി ഇടത്തോട്ടേക്കാ വലത്തോട്ടേക്കാ പോവാ? ശരിക്കും ക്ലോക്കിന്റെ സൂചി എവിടേക്കാ പോവാ? ഇടത്തോട്ടേക്കാ വലത്തോട്ടേക്കാ? വലത്തോട്ടേക്കല്ലേ? ആന്റി ക്ലോക്ക് എന്ന് പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ്. അപ്പോ എന്താ മലയാളത്തിൽ എന്താ ആന്റി ക്ലോക്ക് വൈസ് എന്നുള്ളതിന് എന്താ പറയുന്നത് മലയാളത്തില്? അപ്രദക്ഷിണ ദിശ. വെരി ഗുഡ്. ഹോൾഡ് ദ പോർഷൻ ഓഫ് ദ കണ്ടക്ടർ നിയർ എക്സ് ബൈ യൂസിങ് റൈറ്റ് ഹാൻഡ്. റൈറ്റ് ഹാൻഡ് റൂൾ ഉണ്ടാക്കിയ കാര്യമാണ് ഇപ്പൊ അവർ പറയുന്നത്. The way that the thumb is in the direction of current. കണ്ടാ? റൈറ്റ് ഹാൻഡ് റൂൾ എങ്ങനെയുണ്ടായി എന്നാണ് ആ ചിത്രത്തിൽ നോക്കി അറിയാം. ക്ലിയർ അല്ലേ? ഇപ്പൊ നമ്മൾ ഇത്ര നേരം പറഞ്ഞിരുന്ന കാര്യം. കമ്പയർ ദ ഡിറക്ഷൻ ഓഫ് ദ ഫിംഗേഴ്സ് ഓഫ് ദ റൈറ്റ് ഹാൻഡ് ആൻഡ് സർക്കിളിംഗ് and the magnetic field lines. എന്താ നമ്മൾ കാണുന്ന പ്രത്യേകത? In the same direction of magnetic field lines, the finger, other fingers, അല്ലേ? other fingers ഏത് ഡയറക്ഷനിലാണ് പറഞ്ഞത്? The other fingers that encircle the conductor is in the same direction of magnetic field. ശരിയല്ലേ?
മറ്റുള്ള വിരലുകളുടെ ദിശ എന്ന് പറയുന്നത് മാഗ്നറ്റിക് അഥവാ കാന്തിക ബലരേഖകളുടെ അതേ ദിശയിലാണ്. കാന്തിക ബലരേഖകളുടെ അതേ ദിശയിൽ മറ്റു വിരലുകൾ എന്ത് ചെയ്തിരിക്കുന്നു? ഈ ചാലകത്തെ ചുറ്റിയിരിക്കുന്നു. ഓക്കെ അല്ലേ നിങ്ങള്? ഓക്കെ. അപ്പൊ ഇനി നമ്മൾ ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം കേട്ടോ. ഇത്രയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ അവസാനിപ്പിച്ചത്. ഞാൻ ഇത് പറഞ്ഞ അവസാനിപ്പിക്കാന്ന് വെച്ചാൽ ആ മാഗ്നറ്റിന്റെ കാര്യത്തിൽ ഒരു കൺഫ്യൂഷൻ വന്നു. അത് ക്ലിയർ ആയില്ലേ ഇപ്പൊ നിങ്ങൾക്ക്? അത് ഇത്രേ ഉള്ളൂ. കാന്തിക ബലരേഖ സൗത്തിലേക്ക് കയറുന്നു, നോർത്തിലൂടെ ഇറങ്ങി പോകുന്നു. അങ്ങനെയാണ് സങ്കല്പം. സൗത്തിലേക്ക് കയറുന്നു, ഇറങ്ങി പോകുന്നത് ഏതിലൂടെയാ? നോർത്തിലൂടെയാ. അതൊക്കെ നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതൊന്ന് വിവരിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ ഇന്ന് ഈ കാര്യം തന്നെ ഒന്നുകൂടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പരിശോധിക്കുകയാണ്. നോക്കൂ, ഞാന് ഒരു ചെമ്പ് കമ്പി എടുത്തിട്ട് സർക്കിളിന്റെ ആകൃതിയിൽ ചെമ്പ് കമ്പിയാണ് കേട്ടത്, സർക്കിളിന്റെ ആകൃതി. ഇത് ഞാൻ ഇടയിലൊന്ന് കട്ട് ചെയ്തിട്ട് ഇവിടെ ഒരു ബാറ്ററി വെച്ചു. സ്വിച്ച് വേണമെങ്കിൽ വെക്കാം. സ്വിച്ചും വെച്ചു, സ്വിച്ച് ഓൺ ചെയ്തു. ഇപ്പോ ഇതൊരു ഇൻസുലേറ്റഡ് കോപ്പർ വയർ ആയതുകൊണ്ട് ഇതിനു ചുറ്റും കാന്തിക ബലരേഖകൾ അല്ലെങ്കിൽ കാന്തിക മണ്ഡലം ഈ കമ്പിയുടെ ചുറ്റുമുണ്ടായിരിക്കും. ആ കാര്യം നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു അല്ലേ? ശരിയല്ലേ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഈ കാന്തിക മണ്ഡലത്തിന്റെ ഞാൻ വരയ്ക്കാം. അത് ശരിയാണോ തെറ്റാണോ എന്ന് നിങ്ങൾ പറയണ്ട. അതായത് നോക്കുക, ഇങ്ങനെയായിരിക്കോ കാന്തിക ബലരേഖകളുടെ, അതോ ഇങ്ങനെയായിരിക്കും? ഇത് 1, ഇത് 2. ആദ്യം ഞാൻ വരച്ച രീതിയിലായിരിക്കും, രണ്ടാമത് ഞാൻ വരച്ച രീതിയിലായിരിക്കും. ഈ രണ്ട് വരകളും പുറത്തു കൂടി, അത് വേണമെങ്കിൽ ഇത്തിരി കമ്പി കട്ടിയിൽ വരയ്ക്കാം. അപ്പൊ ആ കൺഫ്യൂഷൻ മാറും. ഒന്നായിരിക്കും, രണ്ടായിരിക്കും? മനസ്സിലാവണ്ട? ഏതാ? 1. ശരിയല്ലേ? 1. എല്ലാവർക്കും മനസ്സിലായ അത്? കാരണം റൈറ്റ് ഹാൻഡ് റൂൾ അനുസരിച്ച് വൈദ്യുതി പോകുന്നത് ഇങ്ങനെയാ. അപ്പൊ ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ പിടിച്ചാൽ കണ്ടാ, ഈ നഖത്തിന്റെ, ഈ വിരലിന്റെ നഖങ്ങൾ വരണത് കണ്ട, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇതിനെ ചുറ്റിയിട്ട് ഇങ്ങടെ വരണം. കണ്ട, ഇതാണ് കമ്പി എന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരുമ്പോ ഇങ്ങനെയല്ലേ വരണത്? കണ്ട, അപ്പൊ ഇതാണ് ആ ഏക. ശരിയല്ലേ? അപ്പൊ ഇതെല്ലാവർക്കും മനസ്സിലായി. ഇനി ഞാനിത് ഒന്നും കൂടി വരയ്ക്കാം. ഈ കട്ടിയിൽ വരയ്ക്കണില്ല കേട്ടാ, നോക്കൂ. ഓക്കെ, ഒന്നുകൂടി വരയ്ക്കാം. എവിടേക്കാ? ഇങ്ങനെയല്ലേ നിങ്ങൾ പറഞ്ഞ റെഡിയാണ്? അങ്ങനെ ഇവിടെ ഇങ്ങനെയാണെങ്കിൽ ഇപ്പുറത്ത് ഇങ്ങനെയാവൂലോ? ശരിയല്ലേ? അതായത് ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഈ വൃത്തത്തിന്റെ പുറത്ത് നിന്ന് രേഖകൾ വന്നിട്ട് ഉള്ളിലേക്ക് പോണ പോലെ അല്ലേ? അങ്ങനെയല്ലേ? ഒന്ന് ഇമേജിൻ ചെയ്ത് നോക്കി, പുറത്ത് നിന്ന് രേഖകൾ വന്നിട്ട് ഉള്ളിലേക്ക് പോവാ. ഇത് ഫുള്ള് വരയ്ക്കാതാണെങ്കിൽ ഇങ്ങനെ കണ്ട, പുറത്തുനിന്ന് രേഖകൾ വന്നിട്ട് വൃത്തത്തിന്റെ ഉള്ളിലേക്ക് പോവാണ് അല്ലെ? ചുറ്റും. അപ്പൊ ഞാൻ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബാറ്ററി തൽക്കാലം ഞാൻ ഇങ്ങോട്ട് എടുത്തു. അപ്പൊ കാന്തിക ബലരേഖകൾ ഇല്ല. നോക്കട്ട, എന്നിട്ട് നോക്കട്ട, ഇങ്ങനെ ഒരു ചുറ്റിയിട്ട് വീണ്ടും ഞാനൊരു ചുറ്റും ഇങ്ങനെ ചുറ്റി, വീണ്ടും ഇങ്ങനെ ഒരു ചുറ്റും, വീണ്ടും ഇങ്ങനെ ചുറ്റി. എന്നിട്ട് ഇതാ ആദ്യത്തെ കമ്പി ഇങ്ങോട്ട് പുറത്തേക്ക് എടുത്തു. എന്നിട്ട് അതിങ്ങൾ നീട്ടിയിട്ട് ഏറ്റവും അവസാനത്തെ കമ്പി പുറത്തേക്ക് എടുത്തു. അത് നീട്ടിയിട്ട് ഞാൻ ഇങ്ങനെ വെച്ചു. ശ്രദ്ധിക്കൂ,
ബാറ്ററി വെക്കാൻ പോവാണ്. ഇങ്ങനെ വെച്ചു. കണ്ടോ? ഇപ്പോ വൈദ്യുതി പോകുന്ന ഡയറക്ഷൻ ഏതാണ്? ഒന്ന് ഇതാണോ അതോ രണ്ട് ഇതാണോ? ഒന്നാണോ രണ്ടാണോ? മലയാളികൾ ശ്രദ്ധിക്കുന്നില്ലേ? ഒന്ന്. അപ്പൊ ഒന്ന് ഞാൻ മറ്റേ മാറ്റും. അപ്പൊ ഒന്ന് ഇങ്ങനെ പോകുമ്പോ നമ്മൾ നേരത്തെ മനസ്സിലാക്കിയ അതേ ഡയറക്ഷൻ തന്നെ അല്ലേ? അങ്ങനല്ലേ പോണത് ഇതിൻ്റെ ഉള്ളിൽ കൂടെ. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിന്റെ ഡയറക്ഷൻ ഇങ്ങനെ ഉള്ളിലേക്കാണ് അല്ലേ? ശരി, ഇതിന്റെ ഡയറക്ഷൻ ഉള്ളിലാ. അങ്ങനെ ഈ കമ്പി കറങ്ങിയിട്ട് വരുമ്പോ അതിന്റെ അടുത്ത കമ്പിയിലും അതിന്റെ ഡയറക്ഷൻ എന്താ? ഉള്ളിലേക്കാണ് അല്ലേ? പിന്നത്തെ കമ്പിയുടെയും ഉള്ളിലേക്കാ അല്ലേ? അല്ലേ? അങ്ങനെ 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 നമ്മള് എന്താ ഇത് അവസാനത്തെ കമ്പിയുടെ എത്തുമ്പോ എന്താ വരിക? അത് അവസാനത്തെ കമ്പിയുടെ എത്തുമ്പോ ഇവിടെ 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 ആദ്യം പുറത്തുനിന്ന് ഉള്ളിലേക്കാണ്, പുറത്തുനിന്ന് ഉള്ളിലേക്കാണ്. അവസാനത്തുമ്പോൾ എന്താണ്? മനസ്സിലായില്ലേ? ഇതിങ്ങനെ ചുരുട്ടി ചുരുട്ടുമ്പോ ആദ്യം ഈ ഭാഗമാണ് ഇട്ടത്. അപ്പൊ ഇവിടെ സംഭവിച്ചു നോക്കുക, ഉള്ളിന്ന് പുറത്തുനിന്ന് ഉള്ളിലേക്കല്ലേ ആരോ. അവസാനത്തുമ്പോ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? അതന്നെ, ഉള്ളിന്ന് പുറത്തേക്കാണ്. അതാണ് സംഭവം. മനസ്സിലായ? പറഞ്ഞു മനസ്സിലായി എന്താ സംഭവം? ബാറ്ററി ഇരിക്കണത് എങ്ങനെയാ? ഇങ്ങനല്ലേ? സപ്പോസ് ഈ ബാറ്ററി നമ്മൾ തിരിച്ചാ വെച്ചു, മറിച്ച് ഇവിടെ വെച്ചു. അപ്പൊ എങ്ങനെയായിരിക്കും? എവിടുന്നായിരിക്കും ഉള്ളിലേക്ക് പോകുന്നുണ്ടായിരിക്കുക? ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ? റൈറ്റിന്ന് അല്ലേ ഉള്ളിലേക്കും, ലെഫ്റ്റിന്ന്. ഓക്കെ, ഇത് ഒന്നും കൂടി സൂക്ഷ്മമായിട്ട് നമ്മളൊന്ന് പരിശോധിച്ചാൽ, അതായത് ഇതാ നോക്കൂട്ട. അതായത് കുറച്ച് ഇൻസുലേറ്റഡ് കോപ്പർ വയർ എടുത്തു, നമ്മളിങ്ങനെ തുരുതുരാ ചുറ്റിയിട്ട് അതിലേക്ക് നമ്മൾ കണക്ഷൻ കൊടുത്തു. വൈദ്യുതിയുടെ ഡയറക്ഷൻ പോകുന്നത് നോക്കുമ്പോൾ ഇവിടുന്ന് ഉള്ളിലേക്ക്, ഇവിടുന്ന് എന്താ പുറത്തേക്ക് അല്ലേ? അതായത് ഈ പുറത്തേക്ക് വരുന്നത് ഇങ്ങനെ എടുത്താൽ ഇത് എവിടെയോ കണ്ടു പരിചയമുള്ള പോലെ ഉണ്ടോ നിങ്ങൾക്ക്? ഇതെവിടെയോ കണ്ടു പരിചയമുള്ളത്? അല്ലേ? ബാർ മാഗ്നറ്റിൽ നമ്മൾ പറിച്ചുള്ള അല്ലേ? അപ്പൊ ബാർ മാഗ്നറ്റിൽ നമ്മളിത് വരയ്ക്കുമ്പോ ഈ പുറപ്പെടുന്ന ഭാഗം, അതുപോലെ എത്തിച്ചേരുന്ന ഭാഗം, പുറപ്പെടുന്ന ഭാഗം, അതിനൊരു പേരുണ്ട്. എന്താ പുറപ്പെടുന്ന ഭാഗത്തിന്റെ പറയുന്ന പേര്? നോർത്ത് പോൾ അല്ലേ? ഉത്തര ധ്രുവം മലയാളത്തിൽ പറയും. മലയാളികൾ പരമാവധി മലയാളം ഒഴിവാക്കിക്കോട്ടാ. നോർത്ത് എന്നൊക്കെ പറയാൻ കേട്ടാ, കുഴപ്പമില്ല. നോർത്ത് പോൾ. മറ്റേ ഭാഗത്തിനെയോ? സൗത്ത് പോൾ കേട്ടാ. എന്താ? ഒന്ന് ഉത്തര ധ്രുവം, മറ്റൊന്നെന്താ? ഓക്കെ, നോർത്ത് പോളും സൗത്ത്. അതായത് ഇവിടെ ഇപ്പൊ നമ്മള് ഒരു കവചിത ചെമ്പ് കമ്പി അഥവാ ഇൻസുലേറ്റഡ് കോപ്പർ വയർ നമ്മളൊരു പ്ലാസ്റ്റിക് പൈപ്പുമേ, ഒരു PVC പൈപ്പും ഇങ്ങനെ ചുറ്റുന്നു, തുരുതുരാ ചുറ്റുന്നു. എന്നിട്ട് അതിന്റെ രണ്ടറ്റം എടുത്തിട്ട് ഒരു ബാറ്ററിയിലോ അല്ലെങ്കിൽ ഒരു DC
നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ബാറ്ററിമേ അങ്ങനെ പറയാൻ പറ്റാൻ ബാറ്ററിമേ നമ്മൾ കൊടുത്താൽ ആ കവചിത ചെമ്പുകമ്പി എന്തുപോലെ ആവുന്നു? ഇപ്പോ എന്തുപോലെയാകുന്നു? എന്തുപോലെയാകുന്നു? പറയൂ, എന്തുപോലെയാകുന്നു? എന്തുപോലെയാകുന്നു? മാഗ്നറ്റ് പോലെ. സോളിനോയിഡ് എന്നാണ് ഇതിന്റെ പേര്. ഇതിന്റെ പേര് എന്താകുന്നു? സോളിനോയിഡ്. സോളിനോയിഡ്. ഇതിന്റെ പേര് സോളിനോയിഡ് എന്നാണ്. അപ്പൊ മാഗ്നറ്റ് പോലെ ആണ്, പക്ഷെ പേര് മാഗ്നറ്റ് എന്നല്ല. എന്താ ഇതിന്റെ പേര്? സോളിനോയിഡ്. മാഗ്നറ്റ് പോലെയാണ് എന്ന് പറയാനുള്ള കാരണം ഇതിന് നോർത്തും സൗത്തും 2 പോളുകളുണ്ട്. ഞാനിപ്പോ ഈ വരച്ചിരിക്കുന്ന ചിത്രത്തില് ഇതേത് പോളാ? ശ്രദ്ധിക്കില്ല ചേട്ടാ, നിങ്ങൾ വെറുതെ നിങ്ങൾ പറയുക. ഏതാ? നോർത്താണോ സൗത്താണോ? നോർത്ത്. ഇതോ? അല്ല, ഞാനങ്ങനെ പറഞ്ഞ വഴിക്ക് ഒരാള് വാക്ക് മാറി കണ്ട. ഇത്രയ്ക്കുള്ള ഉറപ്പ് 2 വട്ടം ഉറപ്പിച്ചു. നിങ്ങളങ്ങനെ, ഞാൻ ഇന്നലെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മള് ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് പോണ ഒരാളാണെന്നുണ്ടെങ്കിൽ എന്താണ്, ദൈവം തമ്പുരാൻ തന്നെ വന്നിട്ട് പറയണതേ അത് നോർത്താന്ന് പറഞ്ഞ് നമ്മള് ബാധിച്ചു നിൽക്കണം. ഇത് നോർത്ത്, ഇതെന്താകുന്നു? സൗത്ത്. വേണ്ട, 2 പ്രാവശ്യം ഉറപ്പിച്ച് പറഞ്ഞപ്പോ അങ്ങനെ പറയും. ആയിക്കോട്ടെ. ഇത് കാരണം എന്താ വെച്ചാല് ഞാനും ചിലപ്പോ തെറ്റി പറയും. അപ്പൊ നിങ്ങളത് സമ്മതിച്ചു കഴിഞ്ഞാൽ ആകെ പുരുവാലാവും. പിന്നെ അതന്നെ ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തരുടെ ലൈനിന്ന് കട്ടായി പോവാ. അവരത് വിശ്വസിച്ചിട്ട് പോവും. കേട്ടാ, ശ്രദ്ധിക്കൂ. അപ്പൊ ഇതെന്താ? ഇത് നോർത്തും, ഇതെന്താ? സൗത്ത് അല്ലേ? അത് നിങ്ങളോട് നമ്മൾ ഇത്രയും പേര് ഒരുമിച്ചിരുന്നിട്ട് ഇത് പറയുമ്പോ, ഞാനിങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമ്പോ നിങ്ങൾ ഓരോരുത്തരും ഇൻഡിവിജ്വൽ ആയിട്ട് ആലോചിക്കണം. മനസ്സിലായ? അപ്പൊ അല്ലാതെ ഒരാള് പറഞ്ഞത് ഏറ്റുപാടേണ്ട ആരും ഏറ്റുപാടേണ്ട ആവശ്യമില്ല. അങ്ങനെ പഠിക്കരുത് കേട്ടാ. അപ്പൊ എന്താണ് ഇപ്പൊ നമ്മൾ പറഞ്ഞ സാധനം? എന്താ? സോളിനോയിഡ്. സോളിനോയിഡിന്റെ പ്രത്യേകത, ഇതൊരു മാഗ്നറ്റ് പോലെയാണ്. മാഗ്നറ്റ് പോലെയാണെന്ന് പറയാനുള്ള കാരണം ഇതിനെന്തുണ്ട്? 2 നോർത്ത് പോളും ഉണ്ട്, സൗത്ത് പോളും ഉണ്ട്. ഓക്കെ. അപ്പൊ ഞാനിതാ ഒരു സോളിനോയിഡിന്റെ ഒരു പോളാണ് ഞാൻ വരച്ചുള്ളത്. ബാറ്ററി വെച്ചുള്ളത് വേണമെങ്കിൽ കാണിക്കാം. ഇതെന്ത് പോളായിരിക്കും എന്ന് പറയാൻ പറ്റുമോ? നോർത്താണോ സൗത്താണോ? ബാറ്ററി വെച്ചത് സൗത്ത്. എങ്ങനെയാ സൗത്ത് ആണെന്ന് മനസ്സിലായത്? കറണ്ട് പോണത് ഇങ്ങനെയാണ് അല്ലേ? ഇങ്ങനെയാണ്. ഇങ്ങനെയാണ് കറണ്ട് പോണത് അല്ലേ? കറണ്ട് പോണത് ഇങ്ങനെയാണ്. ഇങ്ങനെയാവുമ്പോ നമ്മള് വലതുകൈ നിയമം, വലതുകൈ പെരുവിരൽ നിയമം നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ എങ്ങനെ വരും? ഇങ്ങനെയല്ല ഉപയോഗിക്കുക. ഇങ്ങനെയല്ല, എവിടെയല്ലേ പിടിക്കുക? ഇങ്ങനെയാണ് പിടിക്കുക. കണ്ടാ? അതെങ്ങനെ അതേ ഡയറക്ഷൻ ഇങ്ങനെ തിരിച്ചു വരുമ്പോൾ ഇങ്ങനെ വരും. കണ്ടാ? അപ്പോ അപ്പുറത്തുകൂടെ കണ്ടാ, അപ്പുറത്തുകൂടെ ഇങ്ങനെ വളഞ്ഞിട്ടാണ് ഏത് വരണത്? ഏരോ വരണത്. ഉള്ളിന്ന് പുറത്തേക്കാണ് അല്ലേ? ശരിയല്ലേ? ഉള്ളിന്ന് പുറത്തേക്കാണ് വരണത്. കണ്ടാ? അപ്പൊ പുറത്തേക്ക് വരണത് ഉള്ളിന്ന് പുറത്തേക്ക് വരണത് നോർത്ത് പോളല്ലേ? നേരത്തെ ഏത് പോളെന്നാ പറഞ്ഞത് നമ്മള്? നോർത്ത് തന്നെയാണോ പറഞ്ഞു കഴിഞ്ഞാൽ അത് വരച്ച വഴിക്ക് നിങ്ങള്? അതെ. അപ്പൊ ഇത് ഏത് പോളപ്പ? അത് പറയും. നോർത്ത് പോൾ. അപ്പൊ ഒരു സംശയം വന്നു എല്ലാവർക്കും, ഇതിപ്പോ നോർത്താണോ സൗത്താണോ എന്നൊരു സംശയം വന്നു. ഒന്നുകൂടി തീർക്കണം. ഇതാ ഇങ്ങനെ പിടിച്ചു. കണ്ടാ? വിരല് വരണത് ഇപ്പോ ഉള്ളിന്ന് പുറത്തേക്കാണോ പുറത്തുനിന്ന് ഉള്ളിലേക്കാണോ? കണ്ടാ? പുറത്തുകൂടെ പോയിട്ട് ഉള്ളിന്ന് പുറത്തേക്കല്ലേ വരണത്? പുറത്തുകൂടെ അങ്ങനെ പോയിട്ട് ഉള്ളിന്ന് പുറത്തേക്ക്. അതായത് ഇത് ഞാൻ ഈ വയറാ, ഈ കേബിള് ഞാൻ ഇങ്ങനെ പിടിച്ചു.
നോക്കുക. ഓ പാടുണ്ടാ. ഈ കേബിൾ ഞാനിതാ ഇങ്ങനെ പിടിച്ചു, കണ്ടില്ലേ? വയറ ഇങ്ങനെ പിടിച്ചു. അപ്പൊ ഈ വയറെ ഇങ്ങനെ ഇതും കൂടെ കറണ്ട് അങ്ങോട്ടാ പോണത്. അപ്പൊ ഇത് ഞാൻ കറണ്ട് പോകുന്ന ഡയറക്ഷനിൽ പിടിക്കുമ്പോൾ എങ്ങനെയല്ലേ പിടിക്കുക കേട്ടാ. അപ്പൊ ഞാൻ അത് പിടിച്ചു നോക്കിയേ, വിരല് പുറത്തു കൂടെ വന്നിട്ട് ഉള്ളിലേക്ക് കയറിയിട്ട് ഉള്ളിൽ നിന്ന് കണ്ട അപ്പുറത്തേക്ക്. അതാണ് ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എന്ന് പറഞ്ഞത്. ശരിയല്ലേ? അങ്ങനെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ, പുറത്തേക്ക് വരുന്നു എന്ന് പറയുന്നത് ഏതാ? നോർത്താ സൗത്താ? കാന്തിക ബലരേഖകൾ പുറത്തേക്ക് വരുന്നത് നോർത്താ സൗത്താ? നോർത്ത്. നോർത്ത്. നേരെ മറിച്ച് ഇതാ ഇവിടെ ബാറ്ററി ഇതാ ഇങ്ങനെ വെച്ചു. ഇപ്പോ കറണ്ട് പോകുന്ന ഡയറക്ഷൻ ഇതാണ്, കണ്ട. അപ്പോ നമ്മള് കറണ്ട് പോകുന്ന ഡയറക്ഷനിൽ പിടിക്കുമ്പോ ഇങ്ങനെയാണ് പിടിക്കുക, കണ്ട. ഈ ഭാഗത്താ പിടിക്കുക, ഇങ്ങനെ, കണ്ട. ആ ഭാഗത്ത് പിടിക്കുകയാണെങ്കിൽ ഇങ്ങനെ കൈ ഇങ്ങനെ തിരിച്ചു വെച്ച് പിടിക്കണം, കണ്ട. ഇവിടെ കണ്ട, ഇവിടെ ഈ ഭാഗത്ത് പിടിക്കുമ്പോ ഇങ്ങനെ പിടിക്കാം, ഈ ഭാഗത്ത് പിടിക്കുമ്പോ കൈ ഇങ്ങനെ തിരിച്ചു വെച്ച് പിടിക്കണം, കണ്ട. മനസ്സിലായ? അപ്പോ ഇവിടെ ഇതാ ഈ വയറ് ഞാനിത് എങ്ങനെ പിടിച്ചു, കണ്ട. ഈ വയറെങ്ങനെ പിടിച്ചു, കറണ്ട് പോകുന്ന ഡയറക്ഷനിൽ പിടിക്കുമ്പോ കണ്ട ഇങ്ങനെ, കണ്ട. സർക്കിളിന്റെ ഉള്ളിലേക്ക് കൈ ഇടുന്നുണ്ട്, കണ്ട. ഉള്ളിലേക്ക് കൈ ഇട്ടിട്ട് പുറത്തേക്ക് വന്നു, കണ്ട. അപ്പൊ ഇവിടുന്ന് അങ്ങടാ പോണത്. അപ്പൊ ഇത് എന്ത് ബോളായിരിക്കും? എന്ത് ബോളായിരിക്കും? പിന്നെ ആരും ഓർത്ത് പറഞ്ഞല്ലോ. അഞ്ജലി ആ എന്തായിരിക്കും? ഇതെന്തായിരിക്കും? ഇത് സൗത്ത് ആയിരിക്കും. ഇതെന്തായിരിക്കും? ഇനിയും സംശയം മാറാത്തവരുണ്ടാ? ഇനിയും സംശയം മാറാത്തവരുണ്ടാ? ആ ഇനി സംശയം മാറാത്തവർക്ക് ഒരൊറ്റ മരുന്നുള്ളൂ, ഒറ്റമൂലി. നോക്കാം. അത് ആദ്യം ഒരു കാര്യം ചെയ്യട്ടെ, ഇങ്ങനെ പറഞ്ഞിട്ട് ഒന്നുകൂടി സംശയം മാറ്റാം, എന്നിട്ട് അതിലേക്ക് ചെയ്യാം. ഇതാ ഈ വൈദ്യുതി ഇങ്ങനെ വരുമ്പോ ഇതാ ഇങ്ങനെയാണ് നമ്മൾ പിടിക്കുക, കണ്ട. അപ്പൊ ഈ വയറയുടെ പുറത്തു കൂടെ കണ്ട ഇങ്ങനെ പിടിക്കുമ്പോ ഈ പിടിയുടെ ഉള്ളിൽ കൂടെ ഇതേ കണ്ട, പിടിയുടെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കേബിള് പോവാണ്, കണ്ട. അപ്പൊ ഈ പുറത്തുനിന്ന് കൈ വന്നിട്ട് കണ്ട ഈ വിരല് അകത്തേക്കല്ലേ വരണത്, കേട്ടാ. പുറത്തു കൂടെ പോയിട്ട് അകത്തേക്കല്ലേ വന്നുള്ളത്. അങ്ങനെ പുറത്തു കൂടെ പോയിട്ട് അകത്ത് വന്നിട്ട് അകത്തുനിന്ന് പുറത്തേക്ക് ഈ വിരലിന്റെ അറ്റം നോക്കുക, ഈ ചലിക്കുന്ന വിരലിന്റെ അറ്റം നോക്കുക. അത് അകത്തുനിന്ന് പുറത്തേക്കല്ലേ? അകത്തുനിന്ന് പുറത്തേക്ക് വരുന്ന പോളാണ് നോർത്ത് പോൾ. അതായത് മാഗ്നറ്റിക് നമ്മള് ബാർ വരയ്ക്കുമ്പോൾ, അല്ലെങ്കിൽ ബാർ മാഗ്നറ്റ് വരയ്ക്കുമ്പോൾ, ഇത് നോർത്ത് ആണെങ്കിൽ നോർത്തുനിന്ന് പുറത്തേക്കല്ലേ ഏരോ വരിക. സൗത്തിൽ എന്താ സംഭവിക്കുന്നത്? അകത്തേക്കല്ലേ ഏരോ പോണത്. ഇന്ന് നമ്മൾ പഠിച്ചുള്ളത് സൗത്തിൽ അകത്തേക്ക് പോകുന്നു, നോർത്തിന് പുറത്തേക്ക് വരുന്നു. അപ്പൊ ഇത് ഈ വിരല് വരുന്നത് ഉള്ളിന്ന് പുറത്തേക്കല്ലേ? ഇങ്ങനെ പിടിച്ചാലും ഉള്ളിന്ന് പുറത്തേക്ക്, ഇങ്ങനെ പിടിച്ചാലും ഉള്ളിന്ന് പുറത്തേക്ക്, അല്ലേ? ഉള്ളിന്ന് വിരലിന്റെ ഡയറക്ഷൻ കണ്ട. ഈ 4 വിരലിന്റെ ഡയറക്ഷനാണ് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. ഇവിടെയോ, ഇവിടെ പിടിക്കുമ്പോൾ ഉള്ളിലേക്കാണ് വിരല് നമ്മൾ ഇടുന്നത്, കണ്ട. ഈ കണ്ട ഇങ്ങനെ പിടിക്കല്ലേ, ഇങ്ങനെ വരുമ്പോ ഈ വിരല് ഉള്ളിലേക്കാണ് പോണത്, കണ്ട. ഇവിടെ പിടിക്കുമ്പോഴോ ഇവിടെ ഇങ്ങനെ വരുമ്പോ ഇങ്ങനെ ഇത് കണ്ട ഉള്ളിലേക്ക് പോയി, കണ്ട. മറിച്ച് പിടിക്കണം കൈ, ശരിയല്ലേ? അപ്പൊ ഇതെന്ത് വന്നു? ഇത് പുറത്തേക്ക് വരണത് നോർത്തും, ഇത് അകത്തേക്ക് പോണത് ഏതാ? സൗത്തും. ഇപ്പൊ പറഞ്ഞ മനസ്സിലാവാത്ത ആൾക്കാരുണ്ട്. ഇനി വീണ്ടും ആരും ഇല്ല കേട്ടോ, ആരൊന്നും പറയില്ല. ഇനി ഇത് നമ്മൾ ഇങ്ങനെ പറയുന്നതിന് പകരം നോക്കട്ടാ, ഇത് ഏതാണെന്ന് പറഞ്ഞ് നോർത്ത് അല്ലേ? ഈ നോർത്ത് എന്നുള്ളത് നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടെ എഴുതി വെക്കാം. നോർത്ത്. ഇവിടെ അപ്പൊ എന്തെന്ന് എഴുതാം? സൗത്ത്. ഓക്കെ. ഇനി ഒന്നുകൂടി നോക്കട്ടെ. നോർത്ത് ഞാൻ ഒന്നുകൂടി ഭംഗിയിൽ എഴുതാം. ഞാൻ നോക്കിക്കോട്ടെ. ഞാൻ എന്നിന്റെ അറ്റത്ത് 2 ഏരോ ഇട്ടു. എന്തേലും പ്രത്യേകതകൾ തോന്നുന്നുണ്ടോ? ആ ഏരോക്ക്
ആ ഏരോയ്ക്കും സർക്കിളിന്റെ ഏരോയ്ക്കും എന്തെങ്കിലും പ്രത്യേകതകൾ തോന്നുന്നുണ്ടോ? ആ, ഈ രണ്ട് ഏരോയും ലെഫ്റ്റിലോട്ട് കറങ്ങി വരിക അല്ലെ? ഒരേ ഡയറക്ഷനിലല്ലേ ഇത് രണ്ടും? ഈ ഡയറക്ഷനിലല്ലേ ഇതും, ഈ ഡയറക്ഷനിലല്ലേ ഇതും? ആന്റി ക്ലോക്ക് വൈസ്, ആന്റി ക്ലോക്ക് വൈസ്. അതേപോലെ ഈ എസും നമ്മളൊന്ന് ഭംഗിയിലിട്ടാൽ കണ്ട ഇതും എസ് അല്ലേ? ഇതെങ്ങനെയാ? അപ്പോ നോർത്ത് എന്ന് പറയുന്നത് എന്ത്? നോർത്താ? നോർത്ത് ആന്റി ക്ലോക്ക് വൈസ്, സൗത്തോ ക്ലോക്ക്. അപ്പൊ ഇത് ഇനി നിങ്ങക്ക് കുഴപ്പമുണ്ടാവില്ല, കുഴപ്പമില്ലല്ലോ. പക്ഷെ ഇങ്ങനെ പഠിക്കുന്നതിന് മുൻപ് മറ്റേത് നമ്മൾ പഠിക്കണം. അത് പഠിച്ചേ പറ്റൂ, കാരണം അത് നമ്മുടെ ബേസ് ആണത് കേട്ടാ. കാരണം ആരെങ്കിലും ഇത് എന്തുകൊണ്ട് എങ്ങനെയും ചോദിച്ചാൽ നമുക്കത് പറയാൻ പറ്റണ്ടേ. അപ്പൊ റൈറ്റ് ഹാൻഡ് റൂള് ചെയ്യാനും കാണിച്ചു കൊടുക്കാനും നമുക്ക് പറ്റണം. ഇത് എന്തുകൊണ്ട് അങ്ങനെയെന്ന് ആരെങ്കിലും ചോദിച്ചാൽ നമുക്കത് പറയാൻ പറ്റണം. കേൾക്കണ്ട? അപ്പോ നമുക്ക് പരീക്ഷയ്ക്ക് എളുപ്പത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ പറയണത്. ഇതെന്താ? ആന്റി ക്ലോക്ക് വൈസ് നോർത്തും ക്ലോക്ക് വൈസ് എന്താകുന്നു? സൗത്തും ആകുന്നു. ഓക്കെ, ഇത്രയും പറഞ്ഞു മനസ്സിലായ? അപ്പൊ ഇതാണ് ഒരു സോളിനോയിഡിന്റെ രണ്ട് എൻഡുകളാണ് ഇപ്പൊ നമ്മൾ വരച്ചത്. ഒരു എൻഡ് എന്തായിരിക്കും? ആന്റി ക്ലോക്ക് വൈസ് ആയിരിക്കും, നോർത്ത് ആയിരിക്കും. മറ്റേ എൻഡോ എന്താ? മനസ്സിലായ? ഇനി ഇതിന്റെ സൗത്ത് എന്തായിരിക്കും? ക്ലോക്ക് വൈസ് ആയിരിക്കും. അപ്പോ ഇതൊരു ബാർ മാഗ്നറ്റ് പോലെ ആണ്. ബാർ മാഗ്നറ്റ് പോലെ. ബാർ മാഗ്നറ്റിന് തുല്യമാണോ? അല്ല. എന്താണ് ബാർ മാഗ്നറ്റ് ഇതും തമ്മിലുള്ള ഒരു വ്യത്യാസം പറയാൻ പറ്റും നിങ്ങൾക്ക്? അതെ, ബാർ മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ വൈദ്യുതി കൊടുക്കേണ്ട ആവശ്യമില്ല, ബാറ്ററി കൊടുക്കണ്ട, അല്ലാതെ തന്നെ ഫുൾ ടൈം അത് മാഗ്നറ്റാ. എന്നാൽ ഇത് വൈദ്യുതി കൊടുക്കുമ്പോൾ മാത്രമാണ് ഇത് എന്തായിട്ട് പ്രവർത്തിക്കുന്നുള്ളൂ, എന്താ മാഗ്നറ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നുള്ളൂ. പക്ഷെ ഇത് ഞാൻ ബാർ മാഗ്നറ്റിനെക്കാട്ടി ഇതുകൊണ്ട് നമുക്ക് ഒരുപാട് ഉപയോഗങ്ങളുണ്ട് കേട്ടോ. അതാണ് ഇതിന്റെ പ്രാധാന്യം. നമ്മൾ പറഞ്ഞല്ലോ, ഒരുപാട് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരുപാട് ഉപകരണങ്ങളുടെ ഉള്ളിൽ ഉപകരണങ്ങൾ നമുക്ക് പ്രവർത്തിപ്പിക്കാനായിട്ട് സഹായിക്കുന്നത് ഈ ഒരു ഐഡിയോളജി, അല്ലെങ്കിൽ ഒരു ആശയം ആര് കണ്ടെത്തിയതാ? ഈസ്റ്റഡ് കണ്ടെത്തിയതാണ് നമ്മളെ സഹായിച്ചത് എന്നൊക്കെ പറഞ്ഞു. അപ്പോ ഈ ഐഡിയോളജി ഉണ്ടാക്കാൻ സഹായിച്ച ആശയം ഇതാണ്. അതിൽ നിന്ന് ഒരുപാട് ഉപകരണങ്ങൾ നമ്മൾ നിലവിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് ബാർ മാഗ്നറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത് ഈ കാന്തിക മണ്ഡലം ഉപയോഗം നമുക്ക് എങ്ങനെ ഇത് നമ്മുടെ നിത്യ ജീവിതത്തിൽ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമുക്കിനി ഒന്ന് പറയാനുള്ളത്. അതിന് മുൻപ് ഞാൻ ഈ ടെക്സ്റ്റ് ബുക്കിൽ ബാക്കിയുള്ള ഭാഗം കൂടി ഞാനൊന്ന് വായിക്കാം. ഓക്കെ, വായിക്കട്ടെ. ഇതെവിടെ കൊടുത്തിട്ടുണ്ട്? നമ്മൾ വരച്ച ചിത്രം അവർ ഇത്തിരി കൂടി ഡീറ്റെയിൽ ആയിട്ട് വരച്ചിറക്കണം. നമ്മൾ ബാറ്ററി അതിൻ്റെ ഉള്ളിൽ തന്നെ കൊടുത്തു, അവർ പുറത്തേക്ക് കണക്ഷൻ എടുത്തിട്ടാണ് കൊടുത്തിറങ്ങുന്നത്. അപ്പോൾ വിൽ യു ഏബിൾ ടു മേക്ക് the conductor passing through the cardboard in a shape of coil as shown in the figure? ഇതുപോലെ ഒരെണ്ണം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന് ചോദിക്കണത്. കണ്ടക്ടറാണ് ആ വട്ടത്തിൽ കാട്ടിയുള്ളത്, കാർബോർഡിന്റെ ഉള്ളിൽ കൂടെ തറച്ചിറക്കുക. Examine the direction of magnetic field at sea using a magnetic compass and mark it on cardboard. കാർബോർഡും അത് മാർക്ക് ചെയ്യാൻ പറഞ്ഞു. Draw an inference based on the discussion indicators given. അപ്പോ നമ്മളോട് ഇവിടെ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടെന്ന് നോക്കാം. നമുക്കത് നോക്കല്ലേ, നേരെ ചിത്രം നോക്കുക, ചോദ്യം നോക്കുക, അത്ര വേണ്ട കേട്ടോ. മാഷ് പറയാൻ പോവാണ് ചോദ്യം, ശ്രദ്ധിക്കില്ല എല്ലാവരും. ടെക്സ്റ്റ് ബുക്ക് നമ്മൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി. ഇനി ടെക്സ്റ്റ് ബുക്കിലുള്ളതൊന്നും അവതരിപ്പിക്കേണ്ട, നമ്മൾ പഠിച്ചതും ടെക്സ്റ്റ് ബുക്ക് അല്ലെങ്കിൽ വായിക്കുമ്പോൾ ഒരു പിടുത്തം കിട്ടില്ല. അതിനാണ് ഈ പറയണത്. ആർ ദ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഇൻസൈഡ് ദ കോയിൽ സീൻ ഇൻ ദ സെയിം ഡയറക്ഷൻ? മാഗ്നറ്റിക് ഫീൽഡ്
ഈ കോയിന്റെ ഉള്ളില് ഇൻ ദ സെയിം ഡയറക്ഷൻ, ഇതേ ഡയറക്ഷനിൽ തന്നെയാണോ? അതായത് അവര് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കാട്ടിയിട്ടുണ്ട് അല്ലേ? ഒരു ഏരോ മാർക്ക് രണ്ടെണ്ണം, ഈ രണ്ടെണ്ണം 2 ജോഡിയല്ലേ പുറത്തേക്ക് വരണത്? വലത്തേ ഭാഗത്ത് പുറത്തേക്ക് വരിക, വലത്തേ ഭാഗത്ത് പുറത്തേക്ക് വരിക. ഇതിപ്പോ ചെരിച്ചിട്ടാ കാണിച്ചിരുന്നത്. നമ്മൾ നേരെ ഫ്രണ്ടിലായിട്ടാ സർക്കിൾ വരച്ച്, ഇവര് ചെരിച്ചിട്ടാ കാണിക്കുന്നത്. നമ്മൾ ഫ്രണ്ടിൽ കാണിക്കുമ്പോൾ അകത്തേക്ക് പുറത്തേക്ക് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇതിപ്പോ അങ്ങനെ പറയാൻ പറ്റില്ല. ഇത് കാരണം ഒരു സൈഡിൽ നിന്നാ കാണുന്നത്. ഒരു സൈഡിൽ നിന്ന് വരുമ്പോ ഇടത്തെ ഭാഗത്ത് നിന്ന് വലത്തെ ഭാഗത്തേക്ക് വരുന്നു എന്ന് പറയാം, ഏരോ അല്ലേ? അപ്പോ ഇവിടെ ഈ എന്താണ് ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് സി യൂസിങ് എ മാഗ്നറ്റിക് കോമ്പസ് ആൻഡ് മാർക്ക് ദ ഇത് നമ്മളോട് മാർക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇൻസൈഡ് ദ കോയിൽ സെയിം ഡയറക്ഷൻ ആണോ? അല്ല. അപ്പൊ ഏത് ഡയറക്ഷനാ? ഏതാ നിങ്ങളുടെ അഭിപ്രായത്തിലെ ഡയറക്ഷൻ? അതെന്താ കാരണം അങ്ങനെ പറയാൻ? ബാറ്ററി വെച്ചിരിക്കുന്ന പൊസിഷൻ വെച്ച് നോക്കുമ്പോ എയിൽ നിന്ന് സിയിലേക്കാണ് വൈദ്യുതി പോണത് അല്ലേ? അല്ലേ? എയിൽ നിന്ന് സിയിലേക്കാണ് വൈദ്യുതി പോകുന്നതെങ്കിൽ നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കൂ. എന്നിട്ട് ആ വളയത്തുമൊന്ന് പിടിക്കൂ, വൈദ്യുതി പോകുന്ന വിധത്തില് സങ്കല്പിക്കുക. എന്നിട്ട് നിങ്ങളുടെ വലത്തെ കൈ എടുക്കുക. എടുത്താ വലത്തെ കൈ എയിൽ നിന്ന് സിയിലേക്ക് വൈദ്യുതി കൊടുക്കണം. എന്റെ പൊന്നെ നോട്ടാ. അല്ല, ഈ ചിത്രം ഇങ്ങനെ തന്നെയാണോ? ബാറ്ററിയുടെ പൊസിഷൻ മാറ്റിണ്ടാ? ഇതുപോലെയല്ല, തിരിഞ്ഞിട്ടായിട്ട് ഇറങ്ങി. അപ്പൊ ഓക്കെ, അപ്പൊ ശരിയാണ്. ചിത്രം തന്നെയാണ് അവിടെ എഴുതി വെച്ചോളാന്ന് വിചാരിച്ചു. അപ്പൊ ഇത് അപ്പൊ ഓക്കെ. അപ്പൊ ആർ ദ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഇൻസൈഡ് ദ കോയിൽ സീൻ ഇൻ ദ സെയിം ഡയറക്ഷൻ. ഡ്രോ ദ ഇൻഫറൻസ് ബേസ്ഡ് ഓൺ ദ ഡിസ്കഷൻ ഇൻഡിക്കേറ്റേഴ്സ് ബിലോ. അപ്പൊ നമ്മളോട് ഇത് മാഗ്നറ്റിക് കോമ്പസ് വെച്ചിട്ട് ചെയ്യാനാ പറഞ്ഞുള്ളൂ കേട്ടോ. നമ്മളിവിടെ കൈ വെച്ചിട്ടാണ് ഇവിടെ ചെയ്യണത്, കൈ കൊണ്ട് പിടിക്കുകയാണ് ചെയ്യണത് അല്ലേ? അപ്പൊ എയിൽ നിന്ന് സിയിലേക്ക് പോകണമെന്ന് വിചാരിച്ചോളൂ തൽക്കാലം. അങ്ങനെ ആണെങ്കിൽ വലത്തെ ഭാഗത്ത് നിന്ന് ഏരോ ഇടത്തെ ഭാഗത്തേക്കല്ലേ പോണ്ടത്? ഒന്ന് സങ്കല്പിച്ച് പിടിച്ചു നോക്കിയാൽ വലത്തെ കൈ ഇങ്ങനെ പിടിക്കുക, എടുക്കുക. എന്നിട്ട് ആ എ എന്ന് പറയുന്ന ഭാഗത്ത് നിങ്ങൾ പിടിക്കുന്നതായിട്ടൊന്ന് സങ്കല്പിക്കുക. തള്ളവിരൽ അപ്പൊ മുകളിലേക്ക് വരും, ശരിയല്ലേ? അപ്പൊ ബാക്കിയുള്ള വിരലുകളൊക്കെ ആ എയുടെയും സിയുടെയും ഇടയിലുള്ള ഗ്യാപ്പ് കൂടെ, അതായത് ബി നിൽക്കുന്ന സ്ഥലത്ത് കൂടെ അപ്പുറത്തെ ഇടത്തോട്ടേക്കല്ലേ പോണത്? ഞാൻ പറയുമ്പോ ആ സ്ഥാനങ്ങളൊക്കെ പറയുമ്പോ ശ്രദ്ധിക്കട്ടാ. Okay. ഇനി what is the difference observed in the direction of magnetic field lines on reversing the current through the solenoid? ബാറ്ററി തിരിച്ചു വെച്ചാൽ എന്താണ് കാണുക? കൈ വെച്ചോക്കാതെ തന്നെ പറയാൻ പറ്റും. എന്താ? ഓപ്പോസിറ്റ് അല്ലേ? അപ്പോ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. when the coil is viewed as. അപ്പൊ ഇതൊക്കെ ഒരു ചോദ്യമാണ് കേട്ടോ പരീക്ഷയ്ക്ക്, മനസ്സിലാവണ്ട? നമ്മളോട് ഇതൊക്കെ പഠിപ്പിച്ച് ഇങ്ങനെയൊക്കെ ഓരോ കുണ്ടാമണ്ടി ചിത്രങ്ങളൊക്കെ തന്നിട്ട് നമ്മളോട് പറയും അതെന്താണ് ഇതെന്താണെന്നൊക്കെ ചോദിക്കുമ്പോ ഇത് കാണാപാഠം പഠിച്ചു പോകുന്ന ആൾക്ക് ഒരു രക്ഷയും ഉണ്ടാവില്ല. നമ്മളിത് കൃത്യമായിട്ട് എന്ത് ചെയ്യണം? മനസ്സിലാക്കിയിട്ട് കൈ, അതാണ് ഞാൻ പിടിക്കാനൊക്കെ പറയണത്. കൈകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൈകൊണ്ട് അങ്ങനെ സങ്കല്പിച്ച് പിടിക്കുക ആ വളയത്തുമേ. അപ്പോ വിരലുകൾ എവിടേക്കാ പോടുന്നൊക്കെ നോക്കുക. അല്ലാതെ ഒരാൾ പറയണത് കേട്ടിട്ടും പറയണ്ട, കാണാപാഠം പഠിക്കണ്ട. കേട്ടില്ലേ? നിങ്ങൾ വലതു കൈ നിയമം മാത്രം ഈ പാഠത്തിൽ കാണാതെ പഠിക്കാനുള്ളൂ. ബാക്കിയുള്ളൊന്നും പഠിക്കാനേ പാടില്ല. ബാക്കിയുള്ളതൊക്കെ നമ്മൾ അതിൽ നിന്ന് ഉണ്ടാക്കുകയാണ്. കേൾക്കണ്ട? ഇനി when the coil is viewed in such a way that current is in the clockwise direction,
അപ്പോൾ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, കറണ്ട് പോകുന്ന ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണെങ്കിൽ ഹൗ ആർ ദ മാഗ്നറ്റിക് ഫീൽഡ് മാർക്ക്ഡ്? മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെ മാർക്ക് ചെയ്യുക? വലത്തുനിന്ന് ഇടത്തോട്ടേക്ക് അല്ലേ? ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞാൽ എയിൽ നിന്ന് സിയിലേക്ക് അല്ലേ? എയിൽ നിന്ന് സിയിലേക്ക്, സിയിൽ നിന്ന് എയിലേക്ക് അല്ല കേട്ടാ. എയിൽ നിന്ന് സിയിലേക്ക് എന്ന് പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, മുകളിൽ കൂടിയാണ് പോണത്. സിയിൽ നിന്ന് എയിലേക്ക് എന്ന് പറയുമ്പോൾ ഏത് കൂടെ വരിക? അടിയിൽ കൂടെയാണ്. ഇവിടെ നമ്മൾ മുകളിൽ കൂടെ പോകുന്ന കാര്യം പറഞ്ഞത്. അപ്പോ കേട്ടോ, അപ്പൊ അതാണ് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അല്ല, ഒരു മിനിറ്റ്, എയിൽ നിന്ന് സിയിലേക്ക് മുകളിൽ കൂടെ പോകുന്ന കാര്യം പറയണത് കേട്ടോ. ഒരു മിനിറ്റ്, സോറി, അടിയിൽ കൂടെ അതേ കാര്യം അടിയിൽ കൂടെ പറയുമ്പോൾ സിയിൽ നിന്ന് എവിടേക്കാവാം? എയിലേക്കാവാം. അതേ കാര്യം തന്നെ, സോറി തിരിച്ചല്ല, അതേ കാര്യം തന്നെ. എയിൽ നിന്ന് സിയിലേക്ക് എന്ന് പറയുമ്പോൾ മുകളിൽ കൂടെ പോകുന്ന കാര്യം പറയണത്, അടിയിൽ കൂടെ അല്ല. എയിൽ നിന്ന് സിയിലേക്ക് അടിയിൽ കൂടെ പോകുമ്പോ അതെന്തായി? ആന്റി ക്ലോക്കായി. ശരിയല്ലേ? സ്പീഡ് കുറച്ച് പറയണ. എയിൽ നിന്ന് സിയിലേക്ക് മുകളിലൂടെ പോകുമ്പോൾ ക്ലോക്ക് വൈസ്. നേരെ മറിച്ച് അത് എയിൽ നിന്ന് സിയിലേക്ക് അടിയിൽ കൂടെ പോകണമെന്നുണ്ടെങ്കിൽ അതെന്തായി? ആന്റി ക്ലോക്ക് വൈസ്. അപ്പൊ മാഷ് ഇവിടെ എയിൽ നിന്ന് സിയിലേക്ക് എന്ന് പറയുന്നത് മുകൾ ഭാഗത്തെ കാര്യമാണ് പറയുന്നത്. ഏരൊക്കെ തന്നത് മുകളിലാണല്ലോ. ഓക്കെ കേട്ടാ, ഇനി പറയണ്ട. ഇനി ഹൗ ആർ ദ മാഗ്നറ്റിക് ഫീൽഡ് മാർക്ക്ഡ്? ഇൻ ടു ദ കോയിൽ, ഔട്ട് ഫ്രം ദ കോയിൽ. ഏതാ? ഇൻ ടു ദ കോയിൽ. എന്താ വരിക? ഇൻ ടു ദ കോയിൽ. മലയാളികൾ എന്തെന്ന് എഴുതുക? ചുരുളിന് ഉള്ളിലേക്ക്. എങ്ങനെയാ? ഉള്ളിലേക്ക്. ഇനി വൈദ്യുത ഇനി അടുത്തത് ക്ലോക്ക് വൈസ് ഡിറക്ഷൻ. അപ്പോ how will the magnetic field lines appear when coil is viewed in such a way that current is in anti-clockwise direction? കോയിൽ നിന്ന് പുറത്തേക്ക്. ഇനി when the electric current passes in clockwise direction, magnetic field lines appear to move away from us into the coil. Clockwise ആണെങ്കിൽ from us, നമ്മളിൽ നിന്ന് എന്ത് ചെയ്യുന്നു? എവേ. നമ്മളിൽ നിന്ന് മൂവ് എവേ, നമ്മളിൽ നിന്ന് അങ്ങോട്ട് പോകുന്നു, പുറത്തേക്ക് പോകുന്നു. നമ്മളിൽ നിന്ന് ദൂരേക്ക് പോകുന്നു എന്ന് വെച്ചാൽ നമ്മളിൽ നിന്ന് അതിൻ്റെ ഉള്ളിലേക്ക് പോകുന്നു. ത്രൂ ദ സെൻട്രൽ പാർട്ട് ഓഫ് ദ കോയിൽ. ബട്ട് ഇഫ് ദ ഇലക്ട്രിക് കറന്റ് പാസസ് ഇൻ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ അപ്പിയർ ടു മൂവ് ഔട്ട് ടുവേർഡ്സ് അസ്. നമ്മളിലേക്ക് വരുന്നു. ഫ്രം ദ കോയിൽ, കോയിലിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മളിലേക്ക് വരുന്നു. ത്രൂ ഇറ്റ് സെന്റർ, അതിന്റെ സെന്ററിലൂടെ. ഓക്കെ, പിടുത്തം കിട്ടിയ? അത് പഠിക്കുക. അപ്പോൾ അതൊരു വാചകമാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് ക്ലോക്ക് വൈസ് ആണെങ്കിൽ സൗത്തും, ആന്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ നോർത്തും എന്ന് പറഞ്ഞു. ഇനി അത് വേറൊരു തരത്തിൽ ഇതാ ഇവിടെ പറഞ്ഞിരിക്കുന്നു. ക്ലോക്ക് വൈസ് ആണെങ്കിൽ എന്താ? നമ്മളിൽ നിന്നും പോകുന്നു. ആന്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ നമ്മളിലേക്ക് വരുന്നു. അങ്ങനെയാണ് പറയുന്നത്. വേറൊരു ഭാഷയായിട്ടാ അത്. ഒരേ കാര്യം തന്നെ വേറെ ഭാഷയിൽ പറയാം. നമ്മളിലേക്ക് വരുന്നത് എപ്പോഴാ? ആന്റി ക്ലോക്ക് വൈസ് ആവും. നമ്മളിൽ നിന്ന് ഈ വൃത്തത്തിന്റെ ഉള്ളിലേക്ക് പോകുന്നത് എപ്പോഴാ? ക്ലോക്ക് വൈസ് ആവും. കേട്ടില്ലേ? ഓരോ വാചകവും നിങ്ങൾ നോക്കട്ടാ, പ്രത്യേകം ശ്രദ്ധിക്കുക. ലെറ്റ്സ് സീ how the number of turns of coils, conductor and intensity of current affect the magnetic field. ഇത് നമ്മൾ പറഞ്ഞില്ല. Keep a carrying circular conductor vertically in the north-south direction. The magnetic field produced as a result will be in the east-west direction. Draw the perpendicular bisector in joining the points A and B. The line passes through the center of the coil. Move the compass along this line through in both direction from the center. Then magnetic effect of coil vanishes. The magnetic needle will come to rest in the north-south direction. അപ്പോൾ ഇവിടെ മാഗ്നറ്റിക് കോമ്പസുമായിട്ട് നമ്മൾ വീണ്ടും പരീക്ഷണങ്ങൾ നടത്താം. മാഗ്നറ്റിക് കോമ്പസ് ഇതുവരെ കളഞ്ഞിട്ടില്ല. വല്ലാത്ത ഇടങ്ങാറായി. മാഗ്നറ്റിക് കോമ്പസ്
ഉപയോഗിച്ചിട്ട് നമ്മൾ പരീക്ഷ നടത്തുമ്പോൾ അത് ശരിക്കും കൊണ്ടുനടന്ന് കാണിക്കുക തന്നെ വേണം. അപ്പൊ അത് വീണ്ടും പരീക്ഷ നടത്തി. ഇതേ നോക്കിയേ, ചിത്രത്തിൽ നോക്ക് നിങ്ങളാ, സൗത്ത്, നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, ഇങ്ങനെ 4 പൊസിഷൻ കാട്ടിയിട്ടുണ്ട്. കണ്ട? എയിൽ നിന്ന് ബിയിലേക്ക് വൈദ്യുതി വരുന്ന വിധത്തിൽ ഒരു കാർഡ് ബോർഡിലൂടെ ഒരു കമ്പി, ചെമ്പ് കമ്പി നമ്മൾ വളച്ചു വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് കറക്റ്റ് ഈക്വൽ ഡിസ്റ്റൻസിൽ, അതായത് ലെഫ്റ്റ് റൈറ്റ് പിന്നെ മുൻഭാഗം പിൻഭാഗം ഇതൊന്നൊക്കെ ഈക്വൽ ആയിട്ട് ഡിസ്റ്റൻസിൽ കറക്റ്റ് നടുക്കിലായിട്ട് നമ്മൾ എന്ത് വെച്ചിരിക്കുന്നു? ഒരു മാഗ്നറ്റിക് കോമ്പസ് വെച്ചിരിക്കുന്നു. നടുക്കിൽ കണ്ട ഒരു ബട്ടൺ പോലെ ഒരു സാധനം വെച്ചിരിക്കണ്ട? അതെന്താ? അത് മാഗ്നറ്റിക് കോമ്പസ് ആണ്. അപ്പോ നോക്കുക, ഇൻ ദ ഈസ്റ്റ് വെസ്റ്റ് ഡ്രോ പെർപെൻഡിക്കുലർ ബൈസെക്ടർ. അപ്പൊ അത് ഒക്കെ അവര് വരച്ചിട്ടുണ്ട് ഇവിടെ. എയും ബിക്കും ഒക്കെ ജോയിൻ ചെയ്തിട്ട് അതിന് പെർപെൻഡിക്കുലർ ആണ് വരച്ചത്. അതാണ് ഈ ഡബ്ല്യുവും ഇയും, വെസ്റ്റും ഈസ്റ്റും. അതെ, എന്റെ അമ്മേ, മുമ്പ് എത്രയും സമയം 3:14 അല്ലേ? ഞാനത് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാന്ന് വിചാരിച്ചു. എന്നാ പിന്നെ പറയാം. ഒരു കാര്യം ചെയ്താലോ, ഞാൻ ഈ സോളിനോയിഡ് പറഞ്ഞിട്ട് അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞാൽ മതിയാ. കുറച്ച് സമയം എടുക്കും. സോളിനോയിഡ് പറഞ്ഞ് അവസാനിക്കുക. അല്ലേ? കണ്ട, സോളിനോയിഡ് പറയാം. അത് നമുക്ക് വേറൊരു കാര്യം പോലെ പറയാം. ഇതൊരു ചെറിയ കഷ്ണമായിട്ടുള്ളൂ ഇനി തീരാൻ. അടുത്ത് ഇത് കഴിഞ്ഞിട്ട് വരുന്ന ഭാഗം നമുക്ക് ഇത്ര ബുദ്ധിമുട്ടില്ല. അതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമില്ല. സോളിനോയിഡ് പറഞ്ഞിട്ട് നോക്കട്ടെ. സമയം ഉണ്ടെങ്കിൽ തന്നെ പറയാം, അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ പറയാം. ഞാൻ അവിടെ രാവിലെ ഒരു പണി പകുതി വെച്ചിട്ട് പോകുന്നത്. ബാങ്കേർ എന്നോട് 4 മണിയാകുമ്പോഴേക്കും ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. 3:15 ഇപ്പോ. അതാണ് പ്രശ്നം. ഞാൻ ഇത് പറയുന്നുണ്ട് കേട്ടോ. മറ്റത് ഞാനപ്പോ വരച്ചിട്ട് മാഷ അടുത്ത ക്ലാസ്സിൽ ക്ലിയർ ആക്കിയിട്ട് പറയാം. നോക്കൂ, സോളിനോയിഡ് എന്താ? A solenoid is an insulated wire wound in the shape of a helix. Helix എന്നാ പറയുക ഈ ഷേപ്പിനെ. കണ്ട, അങ്ങനെ വട്ടം വട്ടം ചുറ്റുന്നതിന് ഹെലിക്സ് ഷേപ്പിൽ ചുറ്റുക. Such a coiled conductor are used to make use of the magnetic effect of electricity. ഇത് ഇലക്ട്രിസിറ്റിയുടെ മാഗ്നറ്റിക് ഇഫക്റ്റ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ സഹായിക്കുന്നു. Let's examine how we can recognize the direction of magnetic field and the polarity of current carrying solenoid. നോക്കുക, ടേക്ക് എൻ ഇൻസുലേറ്റഡ് കോപ്പർ വയർ. ഇത് എങ്ങനെ ചെയ്യാന്നുള്ളതാണ്. 1 മീറ്റർ, 1 മീറ്ററിനെക്കാട്ടിയും കുറവല്ലാത്ത, പ്രിഫറബിളി അതിന്റെ ഗേജ് പറഞ്ഞിട്ടുണ്ട്. എത്ര? 26 ഗേജ്. നമ്പർ ഗേജ് എന്ന് പറഞ്ഞാൽ വണ്ണാണ് ഉദ്ദേശിക്കുന്നത് കേട്ടാ. വണ്ണം വല്ലാതെ കൂടുകയും വേണ്ട കുറയുകയും വേണ്ട. 26 ഗേജ് എന്ന് പറയും. ഗേജ് എന്ന് പറഞ്ഞാൽ കനം നോക്കണ ഒരു അളവാണത്. 26 ഗേജിലുള്ള 1 മീറ്റർ നീളമുള്ള വയർ എടുത്തു കഴിഞ്ഞാൽ നല്ല സോളിനോയിഡ് ഉണ്ടാക്കാന്നാ പറയുന്നത്. അപ്പോ ഈ സോളിനോയിഡുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഇത് നമ്മൾ പറഞ്ഞിട്ടില്ല. സോളിനോയിഡ് എന്താണെന്ന് പറഞ്ഞു. താൽക്കാലികമായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന മാഗ്നറ്റിന് പകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന, താൽക്കാലികമായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു സാധനമാണ് സോളിനോയിഡ് എന്ന് നമ്മൾ പറഞ്ഞു. നോക്കുക, ഇവിടെ ടെക്സ്റ്റ് ബുക്കില് ഇതാ ഇവിടെ കാട്ടിയിട്ടുണ്ട്. കണ്ട നിങ്ങളത്? ടെക്സ്റ്റ് ബുക്കിൽ കാട്ടിയിട്ടുണ്ട്. ഇതാ ഇവിടെ ഈ നോർത്തും സൗത്തും പോളുകൾ കാട്ടിയിട്ടുണ്ട്. ഇത് ചുറ്റിയിട്ടുണ്ട് അല്ലേ? കറക്റ്റ് അതേപോലെ തന്നെയല്ലേ? രണ്ടും തമ്മിൽ വ്യത്യാസമൊന്നുമില്ലല്ലോ. ഇല്ല. ഇനി ഈ സോളിനോയിഡിന് ഒരു പ്രത്യേകത ഉണ്ട്. ഇതിന്റെ ഉള്ളിൽ അവർ കുറച്ച് കെട്ടുകമ്പി വെച്ചിട്ടുണ്ട്. എന്തിനാ കെട്ടുകമ്പി വെച്ചുള്ളത്? എന്റെ ചേട്ടനാണ്. ഹലോ ഹലോ വൈദ്യുതകാന്തം ഉണ്ടാക്കാനായിട്ട് വെറുതെ ഒരു ഇരുമ്പിന്റെ ആണി എടുത്തിട്ട് അതുമ്മ ചെമ്പ് കമ്പി ഇങ്ങനെ ചുറ്റിയാൽ വൈദ്യുതകാന്തമായി മാറും. മാഗ്നറ്റിക് ഇലക്ട്രിക് മാഗ്നറ്റ് നമുക്ക് ഉണ്ടാക്കാം. വെറുതെ ഒരു പച്ചിരുമ്പിന്റെ ആണി എടുക്കുക, എന്നിട്ട് കമ്പി ചുറ്റിയാൽ മതി. പഠിച്ചിട്ടില്ലേ അത്? അപ്പൊ ആ ആണിക്ക് പകരം ഇവര് കുറെ കെട്ടുകമ്പി അതിൽ വെച്ചെടുക്കുകയാണ്. കെട്ടുകമ്പി വെച്ചാൽ അതിന് മാഗ്നറ്റിക് പവർ കൂടും. അതാണ് അതിന്റെ പ്രത്യേകത. അപ്പൊ മാഗ്നറ്റിക് പവർ കൂട്ടാൻ സോളിനോയിഡിന്റെ ഉള്ളിൽ എന്ത് വെച്ചാൽ മതി?
കെട്ടുകമ്പി എന്ന് പറഞ്ഞത് ഞാൻ ആ വെച്ചുള്ള കെട്ടുകമ്പിയാണ് സാധാരണ ഉപയോഗിക്കുക. നമ്മള് സോഫ്റ്റ് അയൺ കോർ എന്നാ പറയാ. സോഫ്റ്റ് അയൺ എന്താ പറയാ നമ്മളതിന്? സോഫ്റ്റ് അയൺ, പച്ചിരുമ്പ് എന്ന് മലയാളത്തിൽ പറയും. സോഫ്റ്റ് അയൺ, സോഫ്റ്റ് അയൺ അതാണ് അതിന്റെ ഉള്ളിലെ കോർ എന്ന് പറയും. ഉള്ളിൽ വെക്കുന്ന കാരണം കൊണ്ട് കോർ എന്ന് പറയുന്നത്. അപ്പൊ മാഗ്നറ്റിക് ഇഫക്റ്റ് കൂട്ടാനുള്ള ഒരു മാർഗമാണ് സോഫ്റ്റ് അയൺ അതിന്റെ ഉള്ളിൽ വെക്കാന്ന്. പിന്നെ ഒരു മാർഗം ഉള്ളത് എന്താണെന്ന് അറിയോ? വൈദ്യുതിയുടെ അളവ് കൂട്ടുക എന്നുള്ളതാണ്. എന്താ? അതായത് ഒരു ബാറ്ററിക്ക് പകരം 2 ബാറ്ററി വെച്ചാൽ പവർ, മാഗ്നറ്റിക് പവർ അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും? കൂടും. പിന്നെ ഒരു മാർഗം കൂടി ഉണ്ട്. അതെന്താണെന്ന് അറിയാമോ? അതാ ചുറ്റിന്റെ എണ്ണം കൂട്ടുക എന്നുള്ളതാണ്. എന്താ? എന്ത് കൂട്ടുക? ചുറ്റിന്റെ എണ്ണം. അതായത് നമ്പർ ഓഫ് ടേൺസ് കൂട്ടുക. അപ്പൊ 3 രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? മാഗ്നറ്റിക്കിന്റെ പവർ നമുക്ക് കൺട്രോൾ ചെയ്യാം. ഒന്നെന്താ? കറന്റ് ഇൻക്രീസ് ചെയ്യുക, നമ്പർ ഓഫ് ടേൺസ് കൂട്ടുക, വെക്കുക. ഇതൊക്കെയാണ് ആ 3 മാർഗം. ഇനി അവരിവിടെ പറയുന്ന ഈ സംഭവത്തിലേക്ക് ഞാൻ പോകട്ടെ വീണ്ടും. നോക്ക്, ഹോൾ എവിടെ? കൗണ്ട് ഓഫ് നമ്പർ ഓഫ് ടേൺസ് ഇൻ ഇറ്റ്. ഇത് കുറച്ചുണ്ട്. ഒരു കാര്യം ചെയ്യാം, ഇത് അടുത്ത ക്ലാസ്സിൽ പറയാം കേട്ടാ. ഇനി നിന്നാ ഞാൻ കുടുങ്ങും. 4 മണിക്ക് അവരടച്ചു പോകും കേട്ടാ. മാഷൊരു റെസീറ്റ് എഴുതി വെച്ചിട്ടാ വന്നുള്ളതേ. രാവിലെ 5 മണിക്ക് രാവിലെ 5 മണിക്ക് ക്ലാസ് ഉണ്ട് കേട്ടാ. ഓക്കെ, പോയിക്കോളൂ. മറ്റേ ഇറങ്ങി ഓടിയാ. അപ്പൊ നാളെ വരണ്ട, മറ്റന്നാട്ടാ.